ഇപ്പോൾ രാത്രി എല്ലാവർക്കും ഒരു ശീലമുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് വാട്സപ്പ് നോക്കി ഫേസ്ബുക്ക് നോക്കി മെസ്സേജ് എല്ലാം അയച്ചിട്ട്. അപ്പോൾ സംഭവിക്കുന്നത് മൊബൈൽ ഫോണിൽ വരുന്ന ബ്ലൂ ലൈറ്റ്സ് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മളുടെ ഉറക്കക്കുറവാണ് ഉണ്ടാക്കുക. ടി വി ആണെങ്കിലും മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒന്നല്ല, നമ്മുടെ ജോലി അങ്ങനെ തന്നെയാണ്. മൊബൈൽ ഫോൺ പിടിക്കുന്ന ഒരു രീതി മുമ്പോട്ട് കഴുത്ത് കുനിഞ്ഞിരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ തലയുടെ വെയിറ്റ് അത്രയും നേരം മുമ്പോട്ട് കുനിഞ്ഞിരുന്ന് താങ്ങാനുള്ള ശക്തി നമ്മളുടെ മസിലുകൾക്കില്ല. മുതിർന്നവർക്ക് മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന രോഗങ്ങൾ ഇന്ന് ചെറുപ്പക്കാരിലേക്ക് വന്നിരിക്കുകയാണ്. തുരുമ്പ് പിടിക്കുന്ന പോലെയാണ് സന്ധികൾ എന്ന് പറയാം. കാര്യം ഇരുമ്പ് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. ഒരു അനങ്ങാതെ ഇരിക്കുമ്പോഴാണ് അത് റെസ്റ്റ് പിടിക്കും. നമ്മൾ അന്ന് ഇതുപോലെ വാഹന സൗകര്യങ്ങളുണ്ടായിരുന്നില്ല, ഒരുപാട് ദൂരങ്ങൾ ആൾക്കാർ നടക്കുമായിരുന്നു. മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ സന്ധികൾ കേടുപാട് സംഭവിക്കും. ഒരുപാട് നടക്കുന്നതാണോ നല്ലത്, നടക്കാണ്ടിരിക്കുന്നതാണോ നല്ലത്? വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും കൈയുടെ ഞൊട്ടിങ്ങനെ ഒടിക്കാറുണ്ട്. അത് ആ സൗണ്ട് കേൾക്കുന്നത് ആ ജോയിനകത്തേക്ക് പെട്ടെന്ന് എയർ കയറുമ്പോഴാണ് ആ സൗണ്ട് വയ്ക്കുന്നത്. ഈ പ്രായമായതിലെ മുട്ടുവേദന നമുക്ക് മാറ്റാൻ സാധിക്കും? ഇപ്പം മുട്ടുവേദന നടുവേദന വന്നാൽ ഈ ഫിയർ ഓഫ് ഡെത്ത് വരുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ ഇതിനെ നിസ്സാരമായിട്ട് എടുക്കും. ശരിക്കും ഈ മുട്ടുമാറ്റി വെക്കുക ശസ്ത്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ എല്ലാം അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുവേദന, പുറം വേദന തുടങ്ങിയ അസ്ഥിരോഗങ്ങൾ. ഇന്നത് ചെറുപ്പക്കാരിലും വരുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ വിജയ് മോഹനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ഒന്നാണ്, പണ്ടൊക്കെ മുതിർന്നവർക്ക് മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന രോഗങ്ങൾ ഇന്ന് ചെറുപ്പക്കാരിലേക്ക് വന്നിരിക്കുകയാണ്. മുട്ടുവേദന, അതുപോലെ തന്നെ പുറം വേദനയൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ? എന്തായിരിക്കും ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ? പ്രധാനമായിട്ടും നമ്മളുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മുട്ടുവേദന അല്ലെങ്കിൽ അസ്ഥിവേദന, സന്ധിവേദനയൊക്കെ വരുന്നതെന്നുള്ളതിനെ ആലോചിച്ചാൽ അസുഖങ്ങൾ കൊണ്ട് വരുന്നത് ഒരു 30% ഉള്ളൂ. ബാക്കി ഒരു 70% ആൾക്കാർക്കും ഒരു പ്രായമാകുമ്പോൾ വരുന്ന തേയ്മാനം ഒക്കെ കൊണ്ടാണ്. നമ്മളെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 40-45 ഇയേഴ്സ് വരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാനാണ്. അത് കഴിയുമ്പോൾ പ്രശ്നങ്ങളിങ്ങനെ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഈ മെഡിസിനിൽ വന്ന ഡെവലപ്മെൻറ്റ് കാരണം നമ്മൾ ആയുർദൈർഘ്യം ഒരുപാട് കൂടി. പണ്ടൊരു 55 ഇയേഴ്സ് വലിയ ഒരു പ്രായമായിരുന്നെങ്കിൽ ഇപ്പം ആക്ച്വലി 55 ഇയേഴ്സ് ഈസ് കൺസിഡർഡ് ആസ് വെരി യങ്. അപ്പോൾ ഒരു മോഡേൺ മെഡിസിൻ പോലും നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിനൊക്കെ വേണ്ടി ഒരാളുടെ ആയുർദൈർഘ്യം നമ്മൾ 90 ഇയേഴ്സ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ അസ്ഥികളും സന്ധികളും ഒക്കെ 90 ഇയേഴ്സ് വരെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഓവർ ബോഡി വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ തേയ്മാനം കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു 50 വയസ്സായി കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ മുട്ടുവേദന അല്ലെങ്കിൽ തോളുവേദന, ബാക്ക് പെയിൻ അങ്ങനെയൊക്കെയുള്ള തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രായം കൊണ്ടുവരുന്ന തേയ്മാനമായിട്ട് കാണുക, അതിനുള്ള മരുന്നുകൾ എക്സസൈസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്ന് ഇതുപോലെ വാഹന സൗകര്യങ്ങളുണ്ടായിരുന്നില്ല, ഒരുപാട് ദൂരങ്ങൾ ആൾക്കാർ നടക്കുമായിരുന്നു. അപ്പം നമ്മളുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി നമ്മൾ ഈ 4 കാലിൽ നിന്ന് 2 കാലിലേക്ക് വന്നപ്പോഴുള്ള ചേഞ്ച് നമ്മളെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്ന മൂവ്മെൻറ്റ്സിന് വേണ്ടിയാണ്. അപ്പം മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ സന്ധികൾ കേടുപാട് സംഭവിക്കും. ടിപ്പിക്കലി നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ തുരുമ്പ് പിടിക്കുന്ന പോലെയാണ് സന്ധികൾ എന്ന് പറയാം. കാര്യം ഇരുമ്പ് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. ഒരിടത്ത് അനങ്ങാതെ ഇരിക്കുമ്പോഴാണ് അത് റെസ്റ്റ് പിടിക്കുന്നത്. സന്ധികളുടെ കാര്യം അതുപോലെ തന്നെയാണ്. അപ്പോൾ പ്രായമാകുമ്പോൾ നമ്മളുടെ മൂവ്മെൻറ്റ്സ് കുറയുന്നു, അതും വേദനയുടെ ആധിക്യത്തിൻ്റെ കാരണമാകുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ ദൂരം പോലും നമ്മൾ ഒന്നുകിൽ ബൈക്കിലല്ലേ കാറിൽ പോകും, നടക്കുന്ന ശീലമില്ല. പിന്നെ നമ്മളെ പോസ്റ്റേഴ്സ്, പിന്നെ പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടുള്ള ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു IT റെവല്യൂഷൻ, ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സമയം നമ്മൾ മൂവ് ചെയ്യാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. അതുമാത്രമല്ല നമ്മളെ പോസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പായിരുന്നു. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ബോഡിക്ക് ഏകദേശം അനുസൃതമായിട്ടൊരു പോസ്റ്ററാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് ലാപ്ടോപ്പിലേക്ക് മാറുമ്പോഴത്തേക്ക് നമ്മളൊരു സ്ഥിരം എല്ലാവരുടെ ശീലമാണ് ഒന്നുകിൽ സോഫയിലിരുന്ന് മടിയിൽ ലാപ്ടോപ്പ് വെച്ച്, അല്ലെങ്കിൽ ബെഡിലിരുന്ന് മടിയിൽ ലാപ്ടോപ്പ് വെച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അബ്നോർമലായിട്ടുള്ളൊരു പോസ്റ്ററിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുക. നമ്മളെ കഴുത്ത് മുമ്പോട്ട് കുനിഞ്ഞിരിക്കും, നടു മുമ്പോട്ട് കുനിഞ്ഞിരിക്കും, മുട്ടുകളും ഇടുപ്പും ഒരു പ്രത്യേക രീതിയിൽ അനങ്ങാതെ ഇരിക്കും. അതും കഴിഞ്ഞ് മൊബൈൽ ഫോൺ വന്നപ്പോഴത്തേക്ക് ഇപ്പം എല്ലാവരും ഒരു മൊബൈൽ ഫോൺ അഡിക്റ്റാണ്. എല്ലാവരും 6 മുതൽ 7 മണിക്കൂർ വരെ ആവറേജ് ഒരാൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. മൊബൈൽ ഫോൺ പിടിക്കുന്ന ഒരു രീതി മുമ്പോട്ട് കഴുത്ത് കുനിഞ്ഞിരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ തലയുടെ വെയിറ്റ് അത്രയും നേരം മുമ്പോട്ട് കുനിഞ്ഞിരുന്ന് താങ്ങാനുള്ള ശക്തി നമ്മളുടെ മസിലുകൾക്കില്ല.
അപ്പം ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഒരു പണ്ട് 50 വയസ്സിൽ തുടങ്ങുന്ന വേദനകൾ ഇപ്പോൾ 25 വയസ്സിൽ തുടങ്ങി എന്നുള്ളതാണ് അർത്ഥം. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളുടെ എന്താ പറയുക ഭക്ഷണ രീതിയിൽ വന്ന വ്യത്യാസം. ഒബേസിറ്റി ഒരു വലിയ ഫാക്ടറാണ്, ജങ്ക് ഫുഡ്. അപ്പം ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതൊരു മൾട്ടി ഫാക്ടോറിയലാണ്. അപ്പം അസുഖങ്ങൾ കൂടുന്നില്ലെങ്കിലും നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പം വാദം പോലെയുള്ള അസുഖങ്ങൾ കൂടുന്നില്ലെങ്കിലും ഇതുപോലെയുള്ള ജീവിതശൈലിയിൽ വന്ന വ്യത്യാസം, നമ്മളുടെ എക്സസൈസിൽ വന്ന കുറവ്, ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ അസ്ഥികളും സന്ധികളും സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മളുടെ ആൾക്കാർ അനുഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. ഇപ്പം ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വളരെയധികം ടെക്നിക്കലായി എല്ലാവരും മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ടി വി ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മുടെ ജോലി അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതല്ലേ ശ്രദ്ധിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അമിതമായാൽ അമൃതും വിഷം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ടി വിയുടെ കാര്യമായാലും ലാപ്ടോപ്പിൻ്റെ കാര്യമായാലും മൊബൈൽ ഫോണിൻ്റെ കാര്യമായാലും എല്ലാം. അപ്പോൾ നമുക്കത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം. ഒരു മൊബൈൽ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ടി വി അഡിക്ഷൻ എന്ന രീതിയിൽ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അപ്പോൾ മൊബൈൽ ഫോണിന് നമ്മൾ ഇത് മാത്രമല്ല, നമ്മളെ പോസ്റ്റേഴ്സ് മാത്രമല്ല. അപ്പോൾ ഇപ്പോൾ രാത്രി എല്ലാവർക്കും ഒരു ശീലമുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് വാട്സപ്പ് നോക്കി ഫേസ്ബുക്ക് നോക്കി മെസ്സേജ് എല്ലാം അയച്ചിട്ട്. അപ്പോൾ സംഭവിക്കുന്നത് മൊബൈൽ ഫോണിൽ വരുന്ന ബ്ലൂ ലൈറ്റ്സ് അത് ആക്ച്വലി നമ്മളുടെ മെലറ്റോണിൻ സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മളുടെ ഉറക്കക്കുറവാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഉറക്കം കിടന്ന് ഉടനെ ഉറക്കം വരുത്തില്ല, ഉറക്കം ഒരു ഡീപ് സ്ലീപ്പിലേക്ക് പോവുകയില്ല. അപ്പോൾ ഇതിനെ ഒരു കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മൊബൈൽ ഫോൺ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, ബൈക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാർ ഒഴിവാക്കാൻ പറ്റില്ല, AC ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒന്നാമത് ക്ലൈമറ്റിൽ മിക്ക ഓഫീസുകളും വീടുകളും സ്കൂളുകൾ വരെ AC ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സൂര്യപ്രകാശം ഏൽക്കാതെ പോകുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുള്ളൂ, വേറെ നമുക്ക് ആഹാരത്തിലൂടെ വൈറ്റമിൻ ഡി കിട്ടില്ല. അപ്പോൾ വൈറ്റമിൻ ഡി കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു, അത് എല്ലിനെ വളരെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഫിസിക്കലായിട്ടൊരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം നമ്മളുടെ സാമൂഹിക ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും വന്ന സുഖ സൗകര്യങ്ങൾ ആക്ച്വലി നമ്മളെ ഈ പറഞ്ഞ നമ്മളെ ആരോഗ്യം കുറയ്ക്കാനുള്ള ഒരു കാരണമാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടത് ഒന്ന് റെസ്ട്രിക്റ്റഡ് യൂസ് ചെയ്യുക, 2 നമ്മൾ കൃത്യമായി നമ്മളുടെ മസിൽസിനും നമ്മളുടെ ബോഡിക്കും വേണ്ട എക്സസൈസ്, വ്യായാമം അല്ലെങ്കിൽ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊരു ശീലമാക്കുക. അപ്പോൾ ദിവസം 1 മണിക്കൂർ ഒരു കൃത്യമായി നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ ഫോൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇരുന്നാലും പ്രശ്നം വരില്ല വരും. ഇത് ഒരു സൈഡിൽ എക്സസൈസ് ഇല്ലായ്മ, മറ്റു സൈഡിൽ ജങ്ക് ഫുഡ്, മൂന്നാമത് ഈ പറഞ്ഞ അഡിക്ഷൻസ്, ഇത് എല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് ഇത് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത്. അപ്പം ഒരുപാട് നടന്നു കഴിഞ്ഞാൽ മുട്ടിന് തേയ്മാനം സംഭവിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് നടക്കുന്നതാണോ നല്ലത്, നടക്കാണ്ടിരിക്കുന്നതാണോ നല്ലത്? എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. നമ്മളിപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പം ചില പ്രത്യേക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ, ഇപ്പം മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുട്ടിന് തേയ്മാനം വളരെ കൂടുന്നതായി കാണുന്നുണ്ട്. കാരണം അത് നമ്മൾ ഓവർ എക്സേർട്ട് ചെയ്യുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ നടക്കുമ്പോൾ വരുന്ന ഒരു തേയ്മാനം അല്ല അവർക്ക് വരുന്നത്. കാര്യം അവർ ഒരു പരിധിക്ക് അപ്പുറമായിട്ടാണ് ഇപ്പോൾ സ്പോർട്സിൽ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മളെ ബോഡിയെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോകണം. മിലിറ്ററിയിൽ പോകുന്നവർ ഇപ്പം സിയാച്ചിനിലൊക്കെ പോകുന്നവർ -40 അവർ താമസിക്കേണ്ടി വരുന്നു. അതിൽ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് എടുക്കുന്നു, 40 കിലോ എടുത്തുകൊണ്ട് ഓടിച്ചാടി നടക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഓവർ സ്ട്രെയിനാണ്. ഓവർ സ്ട്രെയിൻ വരുമ്പോഴാണ് മുട്ടിന് ഡാമേജ് വരിക. അല്ലാത്ത രീതിയിൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നടത്തം കൊണ്ട് മുട്ടിന് ദോഷം വരിക അല്ല വരുന്നത്, മറിച്ച് തിരിച്ചാണ്. കാരണം നമ്മൾ ഈ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത് മുട്ടിനകത്ത് വരുന്ന കാർട്ടിലേജാണ്. കാർട്ടിലേജ് വെച്ചാൽ നമ്മുടെ ഒരു ജോയിൻറ്റിലെ ബോൾ ബെയറിംഗ് എന്ന് പറയുന്ന പോലെയാണ് കാർട്ടിലേജിൻ്റെ ഈ ഫങ്ഷൻ സ്മൂത്ത് ആവുക എന്നുള്ളതാണ്. ആ കാർട്ടിലേജ് തേഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ തേയ്മാനം എന്ന് പറയുക. ഈ കാർട്ടിലേജിലേക്ക് രക്തക്കൊള്ളുകളില്ല. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ എല്ലായിടത്തും ന്യൂട്രീഷൻ എത്തുന്നത് രക്തം വഴിയാണ്. പക്ഷേ ഈ കാർട്ടിലേജിലേക്ക് രക്തം എത്തില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്ന മെക്കാനിസം എന്ന് വെച്ചാൽ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് ആ ജോയിൻറ്റിനകത്തുള്ള ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ നമ്മൾ മുട്ട് മടക്കുക നിവർക്കുകയും ചെയ്യുമ്പോൾ മുട്ടിൻ്റെ ജോയിൻറ്റിൻ്റെ ക്യാവിറ്റിയിലെ മെഷർമെൻറ്റിന് വ്യത്യാസം വരും. അപ്പോൾ ആ മെഷർമെൻറ്റ് കൂടുകയും കുറയുന്ന അനുസരിച്ച് മുട്ടിനകത്ത് പ്രഷറിന് വ്യത്യാസം വരും. നമ്മളുടെ ബോഡി പ്രഷർ എന്ന് പറയുന്ന പോലെ, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന പോലെ ബോണിനകത്ത് പ്രഷറുണ്ട്, ജോയിൻറ്റിനകത്ത് പ്രഷറുണ്ട്. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ ഈ ഫ്ലൂയിഡ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും. പ്രഷർ കൂടുമ്പോൾ ഈ ഫ്ലൂയിഡ് തിരിച്ച് ബ്ലഡിലേക്ക് പോകും. ആ ബ്ലഡിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കും. അപ്പോൾ അങ്ങനെ ഈ വാക്കിങ്ങിൽ സംഭവിക്കുന്ന മുട്ട് മടങ്ങുകയും നിവരുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രഷർ ഡിഫറൻസ് മൂലമാണ് ഈ കാർട്ടിലേജിന് ന്യൂട്രീഷൻ കിട്ടുന്നത്.
അപ്പം ഡെയിലി ഒരു നിരപ്പായ സ്ഥലത്ത് അധികം സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ നടക്കുക എന്നുള്ളതാണ് മുട്ടിന് നല്ലത്. കൂടുതൽ നടന്നാലും മുട്ടിൽ തേയ്മാനമൊന്നും വരില്ല. കൂടുതൽ നമ്മൾ ഓവർ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ മുട്ടിൽ തേയ്മാനം വരുള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണേലും കൈയുടെ ഞൊട്ടിങ്ങനെ ഒടിക്കാറുണ്ട്. അത് ശരിക്കും നല്ലതാണോ അതോ ദോഷമാണോ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതിന് ശാസ്ത്രീയമായൊരു എക്സ്പ്ലനേഷൻ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം ഇത് നമ്മുടെ ഒരു ശീലമാണ് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അത് ആ സൗണ്ട് കേൾക്കുന്നത് ഈ പറഞ്ഞ പോലെ, ഞാൻ മുട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ജോയിനകത്തേക്ക് പെട്ടെന്ന് എയർ കയറുമ്പോഴാണ് ആ സൗണ്ട് വയ്ക്കുന്നത്. അത് സ്ഥിരമായി ഇത് പറഞ്ഞാൽ ഒരു ഹാബിറ്റായി മാറുവാണെങ്കിൽ ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം. അതർവൈസ് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉള്ളതായിട്ടൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഇപ്പം പ്രായമായവരിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതാണ് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നതൊക്കെ. അപ്പം അവർക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തവരുണ്ട്, കിടന്നു പോകുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ പ്രായമായവരിൽ മുട്ടുവേദന നമുക്ക് മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പ്രായമായവരിൽ ഈ മറ്റ് ഇപ്പം വാതസംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഒടിവോ ചതവോ വന്നിട്ട് മുട്ടിന് ഡാമേജ് വന്നത്, ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വരുന്ന വേദന എപ്പോഴും നമ്മൾ പ്രായം കൊണ്ട് വരുന്ന എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ആ വേദന തുടങ്ങുമ്പോഴേ നമ്മളത് എൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ മുട്ടുവേദന അല്ലെങ്കിൽ വരുമ്പം ആൾക്കാർ അതിനൊരു സീരിയസ് ആയിട്ട് എടുക്കാറ്. ഇപ്പോൾ നെഞ്ചുവേദന വന്ന ആൾക്കാർ സീരിയസ് ആണ്, തലവേദന വന്നാൽ പോലും ബ്രെയിൻ ട്യൂമർ ആണോ എന്നൊക്കെ. അപ്പോൾ അവിടെ ഒരു ഫിയർ ഓഫ് ഡെത്ത് വരുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അതേസമയം മുട്ടുവേദന നടുവേദന വന്നാൽ ഈ ഫിയർ ഓഫ് ഡെത്ത് വരുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ ഇതിനെ നിസ്സാരമായിട്ട് എടുക്കുന്നു. നാച്ചുറലി അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വേദനയുടെ ഏതെങ്കിലും മരുന്ന് വാങ്ങിച്ച് കഴിക്കും. ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടും, വേദനയുടെ ഏത് മരുന്ന് കിട്ടും. കുറച്ച് ദിവസത്തേക്ക് വേദന മാറും, വീണ്ടും വേദന, വീണ്ടും മരുന്ന് കഴിച്ചു, ഇങ്ങനെ പോകും. അപ്പം ഏർലി സ്റ്റേജസിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവസാനം ഈ പറഞ്ഞ വേദന സംഹാരികളിലും വേദന നിൽക്കാതെ വരുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇവർ ഒരു ഓർത്തോ സർജനെ കാണാൻ തീരുമാനിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഇത് പക്ഷേ ഏർലി സ്റ്റേജസിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കും. അപ്പോഴാണ് പിന്നെ ചിലപ്പം ഇഞ്ചക്ഷൻസിൽ പോകും, അല്ലെങ്കിൽ കടുത്ത സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഓപ്പറേഷനിലൊക്കെ വേണ്ടി വരിക. അപ്പോൾ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിംറ്റംസ് തുടങ്ങുമ്പോഴേ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുകയും ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുക, എക്സ്റേ തുടങ്ങിയ വളരെ നിസ്സാരമായ പരിശോധനകൾ കൊണ്ട് ഇതിൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സപ്പോർട്ടീവ് മെഡിസിൻസും ഈ ഭാരം കുറയ്ക്കുക തുടങ്ങിയ ഉപദേശങ്ങളും പിന്നെ സ്ഥിരമായിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട രീതിയിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് തേയ്മാനം പോവുകയാണെങ്കിൽ ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വരും, നീ റീപ്ലേസ്മെൻറ്റോ ഹിപ്പ് റീപ്ലേസ്മെൻറ്റോ ഒക്കെ ചെയ്യേണ്ടി. അതും ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. ഇപ്പം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒന്നാണ്, ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇന്നും ആൾക്കാർക്ക് അറിയത്തില്ല, അത് അതിൽ കുറേ ഡൗട്ടുണ്ട്. മുട്ട് മൊത്തത്തിൽ മാറ്റി വെക്കുമോ, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഡൗട്ടുണ്ട്. ശരിക്കും ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നത്? മുട്ടുമാറ്റിവെക്കൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു തേയ്മാനോ അല്ലെങ്കിൽ മുട്ടിൻ്റെ ഡാമേജ് ഒരു മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ്. അപ്പോൾ പോലും നമ്മൾ എക്സ്റേയിൽ തേയ്മാനം കണ്ടു എന്ന് മുട്ട് മാറ്റിവെക്കണമെന്നില്ല. ആ തേയ്മാനം വരികയും അത് നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും വേദനയാവുന്നു. കാരണം വേദന സംഹാരികൾ സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം വർഷങ്ങളോളം വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടിരുന്നാൽ എന്തായാലും അത് ലിവറിനും കിഡ്നിക്കും ഹാർട്ടിനും ഒക്കെ ദോഷം ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഓപ്പറേഷനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ ഈ കാർട്ടിലേജ് തേഞ്ഞു പോകുന്നതിനെയാണ് ഈ തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതും ഈ സിവിയർ സ്റ്റേജിൽ പോലും നമ്മൾ മതിയായ സമയത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൈമറി സർജറിയിലൂടെ ഇത് മാറ്റാൻ പറ്റും. പലപ്പോഴും ആൾക്കാർ അവിടെ നിർത്താതെ ഈ ഓപ്പറേഷൻ പേടിച്ചിട്ട് പിന്നെ ഇത് പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റേജിൽ ബോൺ ഡാമേജിലേക്ക് പോകും. ബോൺ ഡാമേജിലേക്ക് പോകുമ്പോഴാണ് പിന്നെ നമുക്ക് ഇത് കോംപ്ലക്സ് ആവുകയും പിന്നെ അഡീഷണലായിട്ട് മെറ്റൽ സപ്പോർട്ട്സ് കൊടുത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി, മുട്ടുമാറ്റിവെക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സർജറിയാണ്. ഒരു 1/2 hour 45 minutes സർജറി കഴിയുന്നതാണ്. സർജറി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആളുടെ നടന്നു തുടങ്ങാൻ പറ്റും. ഒരു കുറച്ച് നാളത്തേക്ക് മേ ബി 3 ആഴ്ച 4 ആഴ്ച വാക്കർ ഉപയോഗിച്ച് നടക്കേണ്ടി വരും. പിന്നെ ഒരു 2 മാസം, ഇപ്പോൾ ഒരു കാലമാണ് ചെയ്യുന്നതെങ്കിൽ 2 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഒരുമാതിരി എല്ലാം സെറ്റിൽ ചെയ്ത ആൾക്ക് നോർമലായിട്ടുള്ള ജോലിയൊക്കെ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 25 yearsൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രോസസ് ഡിസൈനിലും ഒക്കെ. അപ്പോൾ ഒരു 20 years മുമ്പ് നമ്മൾ ഇതിന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 10-15 വർഷമാണ് ഇത് വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ യങ് ഏജിൽ ഇത് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നില്ല, വീണ്ടും ചെയ്യേണ്ടി വരുന്നത്. ആ സിറ്റുവേഷനൊക്കെ ഇപ്പോൾ മാറി.
ഇപ്പോഴത്തെ ഒരു ആവറേജ് ഒരു 35 ഇയേഴ്സ് 40 ഇയേഴ്സ് ഒക്കെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കാണ് ചെയ്യുന്നത് മിക്കവാറും അതിൻ്റെ ലൈഫ് ലോങ് ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒറ്റ സർജറി തന്നെ വർക്ക് ചെയ്ത് പോകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സർജറി വേണ്ടി വരുവാണെങ്കിൽ അത് പിന്നെയും വെച്ച് താമസിപ്പിക്കാതെ ചെയ്യുന്നതാണ് സർജറി റിസൾട്ട് ബെറ്റർ ആവാനും നല്ലത്. ശരിക്കും ഈ സർജറിയിൽ നമ്മൾ എന്താ ചെയ്യുക? മുട്ട് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അവിടെ അതെ, തീർച്ചയായിട്ടും ഒരു ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് വെക്കുക തന്നെയാണ്. ഈ ഡാമേജ് വന്ന മുട്ടിൻ്റെ ഭാഗങ്ങൾ ആ ബോണിൻ്റെ എൻഡ്സ് ഓപ്പൺ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് ഈ വെക്കുന്ന പ്രോസസ്സിന് അനുകൂലമായിട്ട് അതിന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബോൺ സിമെൻറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലുണ്ട്, അത് വെച്ചിട്ട് ഈ മെറ്റൽ അവിടെ ഉറപ്പിക്കുക ചെയ്യുക. പക്ഷേ ഈ മെറ്റലിന് മേളിൽ മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് ഈ കാർട്ടിലേജിന് പകരമായിട്ട് പോളിയെത്തിലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഇതിനിടയ്ക്കുള്ള രണ്ട് മെറ്റലിന് ഇടയ്ക്ക് അത് ഫിക്സ് ചെയ്യും. അപ്പോൾ പിന്നീട് ഈ മൂവ്മെൻറ്റ്സ് സാധാരണ മുട്ടിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ഈ ജോയിൻറ്റിനുള്ളിനകത്തായിരിക്കും നടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പേഷ്യൻ്റ് പെയിൻ ഇല്ലാതെ ആവുന്നത്. ഇപ്പം റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഇപ്പം അതേപോലെ തന്നെയാണ്, നമ്മളിപ്പോൾ കേട്ട് പഴകി വരുന്ന ഒരു കാര്യമാണ്. ഈ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ റോബോട്ടിക് സർജറി വഴിയാണോ ചെയ്യുക? അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? റോബോട്ടിക് സർജറി വഴി മുട്ടുമാറ്റികൾ ശസ്ത്രക്രിയ ചെയ്യാൻ ഇപ്പോൾ പോസിബിളാണ്. ഒരു 4-5 വർഷത്തോളമായി റോബോട്ടിക് സർജറി തുടങ്ങിയിട്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഇവോൾവിങ്. റോബോട്ടിക് സർജറി ഇപ്പോഴും ഒരു ഇവോൾവിങ് സ്റ്റേജിലാണ്. ഒരു 100% ഇത് ഒരു എന്താ പറയുന്നത് സെറ്റിലായ ഒരു ടെക്നോളജി ആയിട്ടില്ല ഇപ്പോഴും റോബോട്ടിക്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിലുള്ള മുട്ടുമാറ്റി വയ്ക്കലിനേക്കാളും വളരെയധികം വ്യത്യാസം ഇത് ഉണ്ടായാൽ ഇത് റോബോട്ടിക് വഴി ചെയ്താൽ വരും എന്ന് പറയാനുള്ള സ്റ്റേജിലല്ല ഇപ്പോൾ. നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ ഇത് റോബോട്ടിക് ചെയ്താൽ പെയിൻ വളരെ കുറവായിരിക്കും, മൂവ്മെൻറ്റ്സ് ഫാസ്റ്റ് ആയിരിക്കും, വളരെ പെട്ടെന്ന് റിക്കവറി വരും എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മളിപ്പോൾ നമ്മളുടെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ റോബോട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഈ ജോയിൻറ്റ് അലൈൻ ചെയ്യുന്നതിൽ ഒരു ആക്യുറസി ഡെഫിനറ്റ്ലി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും എന്നുള്ള ഒഴിച്ചാൽ വളരെ വലിയ വ്യത്യാസമൊന്നും ഇതിനകത്തില്ല. ഇറ്റ്സ് എന്താ പറയുക കുറച്ചുകൂടി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഒരു ടൂളാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ചൊരു അഡ്വാൻറ്റേജ് അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അതിനി ഇപ്പോൾ നമുക്ക് ഒരുപക്ഷേ ദ വേ ഇറ്റ് ഈസ് ഗോയിങ് മേ ബി ഫ്യൂച്ചറിൽ റോബോട്ടിക് സർജറി ആയിരിക്കാം ഇത് റൂൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ റൈറ്റ് നൗ ഇറ്റ്സ് ഒരു വൺ മോർ ടൂൾ ഫോർ ദ സർജൻ എന്നുള്ള സ്റ്റേജിൽ ഇപ്പോഴും റോബോട്ട് ആയിട്ടുള്ളൂ.